to the Samarpanam 2025. As we all know, for the last couple of years we have starting our Holy Week or the Hoshana with the musical meditation Samarpanam. This is not a performance, this is a time for us to reflect on the songs that we sing, to meditate on the words, how it affects our life, how it speaks to us, all those things. It's a time for musical meditation. And as the singers are singing, I invite you to meditate on those words. And as I mentioned, what it speaks to us. Let us spend the next 1.5 hours in prayer, as well as let it be a time that God touches our heart and feel the divine presence and prepare ourselves to get into Hoshana and also the Holy Week with all our devotion to our Lord and Savior Jesus Christ, who laid his life just for each one of us on the cross, on Golgotha, and shed his blood for all of us, to absolve our sins and our offenses. And it is an invitation to the Easter, which is the hope of Christianity. Once again, I welcome all of you and thank you for being here and spending your time in the sanctuary to meditate upon the crucifixion and the salvation God has provided us through his one and only begotten Son, Jesus Christ. Now let us pray. പരിശുദ്ധ സ്തുതി. കാരുണ്യവാനായ ദൈവമേ, തൃപ്പാദങ്ങളിൽ അടിയങ്ങൾ അടുത്ത് വരുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ അടുക്കുമ്പോൾ കർത്താവേ, നിന്നെ തൊട്ടറിയുവാനും നിന്റെ ഹൃദയസ്പന്ദനം കേൾക്കുവാനും ഞങ്ങളുടെ കാതുകളെ നീ ഇടയാക്കണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കണമേ. തമ്പുരാനേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എത്ര വർണ്ണിച്ചാലും മതിയാവുന്നതല്ല. നീ തരുന്ന ദാനങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ ഞങ്ങളുടെ വാക്കുകളും പോരാ. ഞങ്ങളുടെ ജീവിതം നിന്റെ തൃപ്പാദങ്ങൾ വെച്ചാലും മതിയാവുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. ഓരോ ദിവസവും ഞങ്ങളെ കരുതലോടെ കാത്തു പരിപാലിക്കുന്ന ദൈവം നീയാവുമല്ലോ. തമ്പുരാനേ, പരിശുദ്ധമായ നോമ്പിലൂടെ അടിയങ്ങൾ കടന്നു പോകുന്നു. യെരൂശലേമിലേക്കുള്ള നിന്റെ എഴുന്നള്ളത്തിന്റെ പെരുന്നാളായ ഹോശാനയിൽ ഞങ്ങൾ പ്രവേശിക്കുന്നു. തമ്പുരാനേ, അതിനുശേഷം നിന്റെ കഷ്ടാനുഭവാഴ്ചയെ ഞങ്ങൾ ആചരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകളും ഏറ്റ മുറിവുകളും ഏറ്റ അടികളും നീ ചൊരിഞ്ഞ രക്തവും തമ്പുരാനേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ നിർമ്മലമാക്കാനായി സഹായിക്കണമേ. ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറന്നു തരണമേ. തമ്പുരാനേ, നിന്നെ സ്തുതിപ്പാനായി ഞങ്ങളുടെ അധരങ്ങൾക്ക് നീ ബലം നൽകണമേ. നിന്റെ സാന്നിധ്യം ഞങ്ങളെ പൊതിഞ്ഞു നിൽക്കണമേ. എന്റെ കൃപയുടെ കടാക്ഷം ഞങ്ങളുടെ ജീവിതങ്ങളിലെ ഉണ്ടാകണമേ. കർത്താവേ, കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കൃപാദങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നിവിടെ വരാൻ സാധിക്കാത്തവരെയും തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും രോഗികളായി കഴിയുന്നവർക്ക് നീ സൗഖ്യം കൊടുക്കണമേ. അവരെ നീ സ്പർശിക്കണമേ. ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവർക്ക് നീ ആശ്വാസം കൊടുക്കണമേ. ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും ഓരോരുത്തരും അനുഭവിക്കുന്നത് നീ മാത്രമേ അറിയുന്നുള്ളൂ. വരാനെ അവർക്ക് നീ ആശ്വാസവും സമീപസ്ഥനമായിരിക്കണമേ. തമ്പുരാനെ, നിന്റെ തിരുവിധം പറഞ്ഞ് ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയരുളണമേ. ഈ വർഷത്തെ കഷ്ടാനുഭവാഴ്ചയും ദുഃഖവെള്ളിയും ഉയർപ്പും ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ അനുഗ്രഹങ്ങളുടെ വാതായങ്ങൾ തുറന്നു തരുന്നതായിരിക്കണമേ. സർവതന്ത്ര പാതകൾ സമർപ്പിക്കുന്നു.
കർത്താവേ, പാട്ടുകളിലൂടെ എൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്ന ഈ ഗായകരുടെ എല്ലാവരും പാപങ്ങൾ സമർപ്പിക്കുന്നു. അവരിലൂടെ അവർ പാടുന്ന പാട്ടുകളിലൂടെ എൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിക്കുവാൻ ഈ സന്ധ്യയെ നീ അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ദേവാലയത്തെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കാൻ കടപ്പെട്ടിട്ടുള്ള സർവരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കൃപാദങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരിലും നിന്റെ അനുഗ്രഹങ്ങൾ പകരണമേ. ഈ ലോകത്തിൽ വാങ്ങിപ്പോയവരെ കൃപാദങ്ങൾ ഓർക്കുന്നു. ഇമ്പങ്ങളുടെ പ്രതീസാഗ്നി അവരെ വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രവും ഇപ്പോഴും എല്ലായ്പ്പോഴും സമർപ്പിക്കുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. Please be seated. As I mentioned,